ഹൈന്ദവ സമൂഹം അനുഭവിക്കുന്ന സാമൂഹിക അസമത്വം മാത്രമല്ല മുസ്ലിം പ്രീണനം, ഇത്തരത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് വർഗീയവാദമാണ്, അല്ലെങ്കിൽ മതമൗലികവാദമാണ്. അങ്ങനെ മതമൗലികവാദികൾ ആക്കുന്നവരെ തുറന്നു കാട്ടാൻ എന്തുകൊണ്ട് ഇവിടെയുള്ള ഇടതുപക്ഷമോ വലതുപക്ഷമോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിലെന്താണ് തെറ്റുള്ളത്? അദ്ദേഹം ഒരു ചർച്ചയ്ക്കാണ് ക്ഷണിച്ചത്. അദ്ദേഹം ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു, അവതരിപ്പിച്ചു പൊതുസമൂഹത്തിന് മുന്നിൽ. അതിൽ യോജിപ്പുണ്ടാകും, വിയോജിപ്പുണ്ടാകും. അതിനെ ക്രിയാത്മകമായ സംവാദത്തിലൂടെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം, അതിനൊരു ചർച്ച നടക്കട്ടെ, അതുമാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ഒരു സമീപനം, അദ്ദേഹം RSSന് വിടുപണി ചെയ്യുന്നു എന്ന വിമർശനം, അദ്ദേഹത്തെ വർഗീയവാദി ആക്കുന്നു, അദ്ദേഹത്തെ മതമൗലികവാദിയാക്കുന്നു, അത്തരമൊരു സമീപനം നല്ലതാണോ? പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ. ശ്രീ റെജി ലൂക്കോസ്, എനിക്ക് പറയാനുള്ളത് സുപ്രഭാതത്തിലുള്ള ലേഖനമായ എഡിറ്റോറിയൽ അവരുടെ അഭിപ്രായം പറയുന്നു. അവർ ഞങ്ങളെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ശേഷം അവരുടെ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, അത് കരുതമ്പേര് വായിക്കണം. അത് ഞങ്ങളുടെ ഒരു അഭിപ്രായം. എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, അത് കരുതമ്പേര് വായിച്ചാണ്. അതുകൊണ്ട് അത് ഞങ്ങളുടെ ഒരു അഭിപ്രായമല്ല. പിന്നെ ഈഴവ സമൂഹത്തിനോടുള്ള BJPയുടെ ആ ഒരു എന്താ പറയുക, അവരങ്ങോട്ട് കുത്തകപ്പാട്ട് ഏറ്റെടുത്തുള്ള ആ രീതിയിലുള്ള ഒരു സമീപനത്തിനോടും, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ വാനോളം പൂഴ്ത്തിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് വ്യക്തമായ മറുപടി പറയാനുണ്ട്. CPM എന്തെടുത്ത നിലപാടെന്താ? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തിപരമായ രീതിയിൽ ഒരു കാര്യവും അല്ലെങ്കിൽ മോശമായിട്ടൊരു വാക്ക് പോലും CPM പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതിദാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെടെയുള്ള ഒരു സംഘം പിന്നെ BDJSൻ്റെ പേരിൽ മഹത്തായ SNDPയുടെ പ്രസ്ഥാനത്തെയും അനുയായികളെയും BJP എന്ന് പറയുന്ന ഒരു വർഗീയ എന്താ പറയുക, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചതിനുള്ള പരാമർശങ്ങൾ നടത്തിയത് വളരെ കൃത്യമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. മഹാനായ അല്ലെങ്കിൽ ലോകം മുഴുവനും എനിക്ക് തന്നെ അറിയാം വളരെ വ്യക്തമായിട്ടും യൂറോപ്പിലെയും US-ലെയും പല യൂണിവേഴ്സിറ്റികളിൽ പോലും പഠനവിധേയമാക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹത്തായ വ്യക്തി, കേരളം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ നവോത്ഥാന നായകൻ, ഇന്നും ആരാധനയോടെ ലോകം മുഴുവനും കാണുന്ന ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച SNDPയെ ഈ രീതിയിലൊക്കെ വക്രീകരിച്ച് അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈഴവർ സമൂഹം അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും. രണ്ടാമത്തെ ദിവസം ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് അറിയാമല്ലോ, ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലോ. അദ്ദേഹം അന്തരിച്ചിട്ട് 1952 അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് തന്നെ കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതായത് ഈഴവ സമൂഹത്തിൽ ജനിച്ചു എന്നൊരു ഒറ്റ കാരണത്താൽ തന്നെ നമ്പ്യാർക്ക് അറിയാമല്ലോ, അന്നത്തെ തിരുവിതാംകൂർ സർക്കാരിൽ അദ്ദേഹത്തിന് ജോലി നിഷേധിച്ചു. ഒടുവിൽ അദ്ദേഹം മൈസൂരിലാണ് ഒരു ജോലിയിൽ പ്രവേശിച്ചത്. അപ്പോൾ ആ ഒരു കാലഘട്ടം കേവലം 3/4 നൂറ്റാണ്ട് മുമ്പ് വരെ ഈഴവ സമൂഹം ഉൾപ്പെടെയുള്ള താഴ്ന്ന സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ പട്ടികജാതിപത്തിലും ഈഴവ സമൂഹത്തിൽപ്പെട്ടവർ, ഈഴവ സമൂഹത്തിൽ ഒരിക്കലും നമ്മൾ പട്ടികജാതിക്കാരായിട്ടല്ല കാണുന്നത്. അപ്പോൾ ആ സമൂഹങ്ങളെല്ലാം ഇവിടുത്തെ മേൽജാതിക്കാർ, സവർണ ജാതിക്കാർ, ബ്രാഹ്മണൻസിനെ പോലുള്ള സവർണ സമൂഹത്തിന് മുമ്പിൽ അവർക്ക് വഴി നടക്കാൻ പോലും സാധിക്കാത്തൊരു അവസ്ഥയായിരുന്നു കേവലം 3/4 നൂറ്റാണ്ട് വരെ. ഇതൊക്കെ ചരിത്രമാണ്. അതിൽ നിന്നൊക്കെ മാറ്റി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അവകാശം നേടിക്കൊടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്കിനെ കുറിച്ച് ഈ പറയുന്ന കേരളത്തിലെ ഈഴവ സമൂഹമാണ് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അവരുടെ നേതാക്കന്മാരാണ്. നമുക്കൊക്കെ ചരിത്രമാണ്, അതൊന്നും നൂറ്റാണ്ടുകൾക്ക് പുറകിലുള്ള ചരിത്രമല്ല. അങ്ങനെ ഒരു സമൂഹത്തിനെ ഈ രീതിയിൽ വക്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല.